ആഹാ, അല്ല മോളിത് എവിടെ പോയിട്ട് വരിക? ഞാനിവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോയതാ അമ്മേ. എന്നാ പിന്നെ ഇവിടെയും കൂടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്ര സച്ചി അന്ന് ഈ വീട്ടിലോട്ട് വന്നത്. അച്ചുമോളെ കണ്ടെത്താതെ തിരിച്ചെങ്ങോട്ടും വരില്ലെന്ന വാശിയിലായിരുന്നു അവൻ. സത്യത്തെ അവൻ തിരിച്ചു വന്നപ്പോ ഈ വീടിനൊരു വെളിച്ചം ഉണ്ടായത്. ചേച്ചി ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാ. ആ ഡ്രൈവർമാരുടെ കൂടെയുള്ള താമസം മാറ്റി ഇവിടെ വന്ന് താമസിക്കാൻ ഞങ്ങൾ എത്ര നാളോട് പറയുവാണെന്നറിയോ? ഇവിടുന്ന് ഒരു ചായ പോലും കുടിക്കത്തില്ലായിരുന്നു. എന്തിനും ഇതിനും ആ ഡ്രൈവർമാര് മാത്രം മതിയായിരുന്നു. അവരൊരു മനുഷ്യരല്ലേ? അയ്യോ, അവർ ഞാൻ ചെറുതാക്കിയതല്ല. എന്തായാലും ഞങ്ങൾ നോക്കുന്നത് പോലെ ഏട്ടനെ അവര് നോക്കില്ലല്ലോ. ഏട്ടത്തെ എന്തെങ്കിലും തിരിച്ചു വരുമ്പോ ആരോഗ്യത്തോടെ ഏട്ടനിവിടെ ഉണ്ടായിരിക്കണമല്ലോ. അല്ല, നീ ഇതെങ്ങോട്ടാ? ഞാൻ ചിപ്പിമോളുടെ അച്ഛനെ അന്വേഷിച്ച് ഒരു യാത്ര പോവാ, ആ ആശ്രമത്തിലേക്ക്. ആശ്രമത്തിൽ പോയിട്ട് ഇനി പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളന്ന് ചില അന്വേഷണങ്ങളൊക്കെ നടത്തി തക്കല വരെ പോയതല്ലേ. എല്ലാ അന്വേഷണവും അവിടെ വഴിമുട്ടും. ആ, അതൊക്കെ ശരിയാ. പക്ഷേ അന്ന് നിങ്ങളോട് പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയാലോ? അതിനേക്കാൾ കൂടുതലായിട്ട് ഇനി എന്ത് കിട്ടാനായിട്ടാ? അല്ല, എന്റെ ഒരു സംശയമാണ്, ആശ്രമത്തിലുള്ളവര് മനഃപൂർവ്വം വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിലോ? നിങ്ങൾ അറിഞ്ഞ കഥകളെല്ലാം വ്യാജമാണെങ്കിലോ? അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഇതൊക്കെ ആരോട് ചോദിക്കും? അന്ന് തക്കലയിൽ നിങ്ങൾ പോയി സംസാരിച്ച ആ മുരുകനും കനിമൊഴിയും ഇപ്പൊ ജീവനോടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഇത്തരം അന്വേഷണങ്ങൾക്ക് ഒരു വക്കീല് കൂടെ ഉള്ളത് നല്ലതാ. അതുകൊണ്ട് ഞാനും കൂടെ പോവാന്ന് കരുതി. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു ചായ എങ്കിലും കുടിക്കാതെ ഞാൻ മോളെ വിടത്തില്ല. വാ.